പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നൊരു അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട വചനം നമുക്കറിയാം. 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നൊരു വചനം വളരെ ഗൗരവമായൊരു വചനമാണ്. മത്തായി 7:12. ആ വചനം ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇതാണ് നിയമവും പ്രവാചകന്മാരും, അല്ലേ? ബൈബിളിൽ 2 നിയമമുണ്ട്: പഴയ നിയമം, പുതിയ നിയമം. പ്രവാചകന്മാരുടെ പുസ്തകമുണ്ട്. എന്നാൽ ഈ നിയമവും പ്രവാചകന്മാരും എല്ലാം എന്താണ് ബൈബിള്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യേ. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ക്രൈസ്തവ ജീവിതം. ക്രിസ്ത്യാനിറ്റി എന്നത് ഒരു റിലീജിയൻ, ഒരു മതമല്ല. ക്രിസ്ത്യാനിറ്റി നമ്മൾ പലപ്പോഴും ഒരു മതപരമായിട്ട് നമ്മൾ മാറ്റുന്നു. അതിനേക്കാൾ ഉപരി ക്രിസ്ത്യാനിറ്റി എന്നത് ഒരു ജീവിത രീതിയാണ്. ഇതിലെവിടെയാ നമുക്ക് മതത്തെ കാണാൻ പറ്റില്ല, ജീവിത രീതിയാ. ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതില് നമ്മൾ ഒരിക്കലും 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവന്റെ കൂടെ 2 മൈൽ ദൂരം നടക്കുക. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. യേശുവിൻ്റെ പിന്നാലെയുള്ള ക്രൈസ്തവ ജീവിതം യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിനെ പിന്തുടരുന്ന, യേശുവിനെ കണ്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം. അതിനാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിലെ ആ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ധ്യാനിക്കണം: നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം കായേനോട് ചോദിച്ച ചോദ്യം: നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? കായേൻ ഉത്തരം പറഞ്ഞു: ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവ കൽപ്പനകൾ പോലും പറഞ്ഞു വച്ചപ്പോൾ എന്താ പറഞ്ഞു വെച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു. ഒന്ന്, എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. 2-ാമത്തെ കൽപ്പന എന്താ? സഹോദരനെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് കായേൻ കൊടുത്ത ഉത്തരം എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? അതിന് യേശു സുന്ദരമായൊരു ഉത്തരം കൊടുത്തു. യേശു കുരിശിൽ 2 കരങ്ങളും വിരിച്ചിട്ട് പറഞ്ഞു: നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാ. സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും പരമമായ അർത്ഥം. സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ കായൻ ചോദിച്ച ചോദ്യം: ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? അവിടെ യേശു പറയുന്ന ഉത്തരം: സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്നത് ഇതാണ്. നമ്മളുടെ സഹോദരങ്ങൾ, അടുത്തു നിൽക്കുന്നവരുമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ മനോഭാവം എന്താണ്? അതാണ് ബൈബിളിലെ ഏറ്റവും ഒരു നമ്മൾ ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഒറ്റ വചനം ധ്യാനിച്ചാൽ മതി. ഈ വചനം മത്തായി 7:12: ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ
അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. നമുക്ക് ധ്യാനിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 14 മുതൽ വചനങ്ങൾ. ആ വചനം ഇങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. പലപ്പോഴും കുർബാനയ്ക്ക് നമ്മൾ കേൾക്കുന്നൊരു വചനമുണ്ട്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വച്ച് പോയി രമ്യതപ്പെടുക. പലപ്പോഴും കേൾക്കുന്ന വചനമാണ്. നമ്മൾ അർപ്പിക്കാൻ വരുന്നത് എന്താ? ബലി. ആ ബലിയിൽ യേശു എന്താ പറയുന്നത്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. വിശുദ്ധ കുർബാനയുടെ ശക്തി കെടുത്തിക്കളയുന്ന പാപം എന്താ? അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ ജീവിക്കും. ഇത് ഭക്ഷിക്കുന്നവൻ ജീവിക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ എന്താ വചനം പറയുന്നത്? വചനം പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അടുത്തത്, സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. യേശു പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, മരിക്കില്ല. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. എന്നാൽ യോഹന്നാൻ ശ്ലീഹ, നമുക്കറിയാം യോഹന്നാൻ 6-ലാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല എന്ന് യേശു പറയുന്നത്. അതേ യോഹന്നാൻ പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ മരണത്തിലാണ്. അവന് വിശുദ്ധ കുർബാന അവന് പ്രധാനപ്പെട്ടതല്ല. വിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതല്ല എന്നതാണ്. വിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതല്ല. ശ്രദ്ധിച്ചോളണം. വിശുദ്ധ കുർബാനയുടെ ശക്തി കെടുത്തുന്ന, വിശുദ്ധ കുർബാനയെ നിർവീര്യമാക്കുന്ന, വിശുദ്ധ കുർബാനയെ കുറിച്ച് ദൈവം എന്ത് സ്വപ്നം കണ്ടുവോ ആ സ്വപ്നത്തെ തകർക്കുന്ന പാപമാണ് സഹോദര ബന്ധങ്ങളിലെ അകൽച്ച. അത് ഞാൻ ഒരാൾ തമ്മിൽ മിണ്ടുന്നില്ല, അവനോട് വെറുപ്പാണ്, സഹോദരനോട് വെറുപ്പാണ്, അവിടെ തീരരുത്. നിന്റെ നിത്യതയെ ബാധിക്കുന്ന തിന്മയാണത്. നിന്റെ നിത്യതയെ ബാധിക്കുന്ന തിന്മയാണത്. തുടർന്ന് നമ്മൾ വായിക്കുക. സഹോദരനെ ബഹുമാനിക്കുമ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നമുക്കറിയാം, ഇത് കൊല്ലരുത് എന്ന കൽപ്പന മോശയ്ക്ക് കൊടുത്തു. എന്നാൽ യേശു എന്ന് പറഞ്ഞു? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വചനം വീണ്ടും പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഒബ്ലിഗേഷൻ, കടമാണ് ഒബ്ലിഗേഷൻ. ശ്രദ്ധിക്കണം, കടപ്പെട്ടിരിക്കുന്നു. വെറുതെ